ഇമ്മാനുവൽ സിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം 1 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും. ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പട്ടാമ്പിയിലും ഗതാഗത വകുപ്പ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. നിർത്തിവെച്ച KSRTC സർവീസുകളും രാത്രികാല സർവീസുകളും പുനരാരംഭിക്കണമെന്ന് യോഗത്തിൽ ആവശ്യം ഉയർന്നു. പട്ടാമ്പി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിലാണ് ജനകീയ സദസ്സ് നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ബസ് ഉടമ പ്രതിനിധികൾ, സംഘടനാ ഭാരവാഹികൾ, KSRTC പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള യാത്രാ ദുരിതം ചെയർപേഴ്സൺ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. തീർച്ചയായും ജനങ്ങൾക്ക് സൗകര്യപ്രദമാകും. അതുകൊണ്ട് തന്നെ KSRTC സ്റ്റോപ്പുകൾ നമുക്കിപ്പോൾ സ്റ്റാൻഡ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കിയതിന്റെ ആ ഭാഗത്തൊക്കെ എഴുതുന്നതാണ്. അപ്പോൾ നമുക്ക് നിർത്തുന്നൊക്കെയുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റോപ്പുകളൊക്കെ അനുവദിക്കേണ്ടതായിട്ടുണ്ട്. മണ്ഡലത്തിൽ നിന്നും തൃശൂർ, പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് സർവീസുകൾ വേണമെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. കൂടാതെ നിർത്തിവെച്ച KSRTC സർവീസുകളും രാത്രികാല സർവീസുകളും പുനരാരംഭിക്കണമെന്നും ആവശ്യമുയർന്നു. രാവിലെ 6:45 വന്ന് തിരിച്ചു 9 മണിക്ക് തിരിച്ചു പെരിന്തൽമണ്ണയിലേക്ക് പോകും. പെരിന്തൽമണ്ണയിൽ നിന്ന് അത് ഉച്ചക്ക് 11 മണിക്ക് തിരിച്ച് വൈകിട്ട് പെരിന്തൽമണ്ണയിലേക്ക് പോയിരുന്നൊരവസ്ഥ ഉണ്ടായി. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം MLA മിനിസ്റ്ററൊക്കെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ ബസ് പുനഃസ്ഥാപിക്കുകയുണ്ടായി. ബസ് ചുരുങ്ങിയത് മാസത്തോളം മാത്രമാണ് ഓടിയിട്ടുള്ളത്. അപ്പൊ മിനിസ്റ്ററായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞത് 6000 രൂപയെങ്കിലും ദിവസം അവർക്ക് ഡീസലിന്റെ ചെലവ് വരും. അത് ചെലവ് അവർക്ക് കിട്ടുന്നില്ല എന്നതാണ്. RTA ബോർഡിൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ബസ് ഉടമ പ്രതിനിധികൾ പരാതിപ്പെട്ടു. മാസത്തിൽ 1-2 ദിവസം പൊതുഗതാഗതത്തിനായി നീക്കിവെക്കണമെന്നും യോഗത്തിൽ അഭിപ്രായം ഉണ്ടായി. പട്ടാമ്പി ജോയിന്റ് RTO KA രാജു, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബ്രൈറ്റി ഇമ്മാനുവൽ എന്നിവർ സംസാരിച്ചു.